ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് ആ നടത്തറ സിഗ്നലുണ്ടല്ലോ, ആ സിഗ്നലിൻ്റെ അവിടുന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ആ ജംഗ്ഷനിൽ നിന്ന് അത്ര അടുത്താണ്. അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ, 4.5 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വാസ്തു വിധി പ്രകാരം തന്നെ വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ നമുക്ക് കാണാം, ഈ കാണുന്ന ഒരു മുൻവശം ഇപ്പോൾ പുതിയ ഒരു വില്ലമാരി പണിയാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ. അതുകൊണ്ട് മണ്ണ് റോഡാണ്, നടത്തറ പഞ്ചായത്താണ് വരുന്നത്. ഇപ്പോൾ ടാറിങ്ങൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും. ഇരു സൈഡും 3.5 മീറ്ററോളം വീതിയുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം വീടുകൾ വർക്ക് നടക്കുന്നതും താമസിക്കുന്നതുമായ ഒരു ഏരിയ തന്നെയാണിത്. അതുപോലെ വീടിൻ്റെ മുൻവശം നല്ലൊരു നീളം കൂടിയ വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വലിയ വാഹനം നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എത്ര വലിയ വാഹനമായാലും നമുക്ക് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാം. അത് വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ലാത്തൊരു ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയ തന്നെയാണിത്. നടത്തറ സിഗ്നലിൻ്റെ അവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് വീട്ടിലേക്ക് ആയിട്ടുള്ളത്. വടക്കോട്ടാണ് ദർശനം വീടിൻ്റെ ഡോറ് വെച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, ഈ ഒരു സൈഡിൽ നമുക്ക് ചെറിയ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ഒരു വുഡ് ഡിസൈനുള്ള ടൈലാണ് ഇവിടെ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ മരങ്ങളും തേക്കൂടിലാണ്. ഡബിൾ പാളി വീതി കൂടിയ ഡോറോട് കൂടി ഡബിൾ ഡോറ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നൊരു ലിവിംഗ് ഹാളാണ്. സിംബോള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ടും TV യൂണിറ്റിനുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ ഹോൾ സീലിംഗ് വർക്ക് ഫാനോട് കൂടിയിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ സിംഗിൾ ഡോറ് മറ്റേ വിൻഡോസുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ ലിവിംഗ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ആർച്ച് കണ്ട, ഒരു ആർച്ചോട് കൂടി നമ്മൾ അതേ മാച്ചിങ് ടൈലിൽ തന്നെ നമ്മൾ ഇവിടെ കിടക്കുന്നു. ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നു. വീതി കൂട്ടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാർബിൾ ഡിസൈനുള്ളൊരു ട്രെൻഡാണ് അത് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ ഹോൾ സീലിംഗ് വർക്ക് ഒരു വുഡ് ഡിസൈനുള്ള വർക്കുകളൊക്കെ പെയിൻറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട്. ഇവിടെയാണ് ഡൈനിങ്ങിൽ നിന്നാണ് ഫസ്റ്റ് ബെഡ്റൂം. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡബിൾ പാളിയാണ് കേട്ടോ. നമുക്ക് ഒരു സൈഡ് മോൾ വശം ആണെങ്കിൽ മാത്രം തുറക്കാം. ഇവിടെ 4 പാളി ആണ് വാൾ ടോപ്പ് സെറ്റ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ മിററൊക്കെ ചെയ്തിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ടൈലെല്ലാം വാൾ ടൈലെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കജേരിയുടെ ടൈലൊക്കെയാണ് ഉപയോഗിച്ചത്. അതുപോലെ ഹീറ്ററിനുള്ള പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. നല്ല തരം കമ്പനിയുടെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിൻ്റെ ടൈൽ തന്നെയാണ് ഇവിടെ വീതി കൂടിയ ടൈൽ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിലെ ഡബിൾ പാളി മുകൾ വശത്ത് വേണമെങ്കിൽ നമുക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് തുറക്കാവുന്ന വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും 4 പാളി ആണ് മറ്റേ ബൾ ടോപ്സ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് 10 അടി ഹൈറ്റിൽ ഫുള്ളായിട്ടും ഒരു ടൈല് വിരിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം കണ്ടോ, അറ്റം വരെ ടൈല് വിരിച്ചിട്ടുണ്ട്. നല്ല വീതി കൂടി അപ്പോക്സിഡ് കൂടി തന്നെയാണ് ടൈല് ചെയ്തിട്ടുള്ളത്. മിററൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നാലര സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. അതുപോലെ നമുക്ക് കാണാം, ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് കിടക്കുന്നു. താഴെ ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മുകൾ വശം ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡ് വർക്കൊന്നും മുകൾ വശത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇത്ര. നല്ല വെറൈറ്റി ടൈലാണ് മുകൾ വശത്ത് കണ്ട ഫുള്ളായിട്ട് ചെയ്തിരിക്കുക. 36ഓളം കബോർഡ് താഴെ ഉണ്ട് ഇത്ര. ഈ കിച്ചണിലും അപ്പുറത്തെ വർക്ക് ഏരിയയിലും ആയിട്ട് എന്താ ഫുൾ ലെങ്ത് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഈ കജേരിയുടെ നല്ല സ്റ്റാൻഡേർഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്.
ഫുള്ളായിട്ട്. താഴെ ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വർക്ക് ഏരിയയിലും നമുക്ക് കാണാം. ഈ ഭാഗത്തൊക്കെ ഫുൾ ലെങ്ത്തിലും ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ കടന്നു. അത് കണ്ട ഈ ഒരു ഭാഗത്തും ധാരാളം അടിഭാഗത്തൊക്കെ ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ വശത്ത് കംപ്ലീറ്റ് ഓപ്പൺ ആയി ഇട്ടിട്ടുണ്ട് കേട്ടോ. ടൈലൊക്കെ വരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. സിംഗിൾ അത് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് വണ്ടിയിൽ നിന്ന് കയറി വരുമ്പോൾ കാണാനുള്ള സിംഗിൾ പാളിയാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ വശം ഈ വർക്ക് ഏരിയയിലും ഓപ്പൺ ആയിട്ടാണ്. ഫുള്ള് 10 അടിയിലും ടൈല് വിരിച്ചിട്ടുണ്ട്. ഇതൊരു കണ്ട ഒരു ഓപ്പൺ സ്പേസ് ആണ് വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കുള്ളത്. നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗമൊക്കെ ടൈലൊക്കെ വിരിച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കണ്ട ഫുൾ ലെങ്ത്തിൽ അറ്റം വരെ ടൈല് വിരിച്ചിട്ടുണ്ട്. ഈ സൈഡ് ഇപ്പുറത്തെ സൈഡ് റോഡാണ് കേട്ടോ. അവിടേക്കുള്ള വഴികളിലേക്കുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. നാലര സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 85 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്ന ഒരു വീടാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. മുകൾ വശത്ത് വേറൊരു ഡിസൈൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ്. ഇത് മുകൾ വശത്ത് ഒരു ഹാളാണ്. ഒരു വീതി കൂടിയ ഒരു ഹാളാണ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് ചെയ്തിരിക്കുന്നത്. ഈ ഹാളിൽ നിന്നാണ് ബെഡ്റൂം മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂം. അതേ മാച്ചിൻ്റെ തന്നെയാണ് മുകൾ വശത്തും കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമിലും പിന്നെ വാൾട്ടയിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഞാൻ ചെയ്തതാണ്. വെറൈറ്റികൾ എല്ലാ രീതിയിൽ ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമും അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. വാൾഡ്രോബ്സ് ഒരു വുഡ് ഡിസൈനിൽ കാരണം മാച്ചിങ് ആണ്. ഫ്ലോർ ടൈലായിട്ടുള്ള ഒരു മാച്ചിങ്ങിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകൾ വശത്തൊക്കെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള വർക്കുകളുള്ള ചെയ്തിട്ടുണ്ട് ഹോൾസെയിലിങ്. ഇത് 4ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അതേ മാച്ചിങ് ടൈല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തൊക്കെ തുറക്കാവുന്ന രീതിയിൽ ഡബിൾ സൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വിൻഡോസ്. അതുപോലെ അതേ ഒരു വുഡ് ഡിസൈനിൽ സെൻറ്ററിൽ മിററൊക്കെ ആയിട്ട് 3 പാളി ഡോറോട് കൂടി കൊടുത്തിരിക്കുന്നു വാൾഡ്രോബ്സ്. 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നടത്തറ സിഗ്നലിൻ്റെ അവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അതുപോലെ തൃശ്ശൂർ ടൗണിലേക്ക് ഒരു 6.5 കിലോമീറ്റർ ദൂരം മാത്രമേ വരുള്ളൂ കേട്ടോ തൃശ്ശൂർ ടൗണിലേക്ക്. അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 200-250 മീറ്റർ ഉള്ളൂ. മുകൾ വശത്ത് ബാൽക്കണിയാണിത്. അതേ ഡിസൈനിൽ തന്നെ ഫുൾ വലിയൊരു ബാൽക്കണി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടഫൻ ചെയ്ത ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കണ്ട ഈ അറ്റം വരെയുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് നടക്കുന്ന വീടുകളും വർക്ക് താമസിക്കുന്ന വീടുകളുള്ള നല്ലൊരു അടിപൊളി വില്ല തന്നെയാണ്. അതായത് നടത്തറ ആ പൂച്ചട്ടി ഭാഗത്ത് നിന്ന് പൂച്ചട്ടി സെൻറ്ററിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണിത്. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. ഇത് പുറത്തേക്ക് കിടക്കുന്ന ഓപ്പൺ ടെറസാണിത്. വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് മുകൾ വശത്തുണ്ട്. ഇനി മുകൾ വശത്ത് കയറാനുള്ള സ്റ്റെയർ നമുക്ക് എങ്ങനെയാണ് ഏത് ഭാഗത്താണ് വേണമെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.